ആ മോളെ, ഏതെങ്കിലും അലക്കാനുണ്ടെങ്കിൽ എടുത്തോട്ടോ. ആ അമ്മേ, ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടേ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാ? ശ്രുതിയുടെ വീട്ടിലേക്കോ? ആ, നോക്കി പോയിട്ട് വരുമല്ലോ അല്ലേ? ആ ആ അമ്മേ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. മോളെ വിളിച്ചില്ലല്ലോ, ഒന്ന് വിളിച്ച് നോക്കാം. ആ അമ്മയാണല്ലോ. ഹലോ അമ്മേ, എത്തിയിട്ടില്ല, എത്തിയിട്ട് വിളിക്കാം. എന്താ എത്ര നേരമായിട്ട് മോള് വിളിച്ചിരുന്നു, വിളിച്ച് നോക്കാം. നീ പഠിച്ചായിരുന്നോ? ഞാൻ പഠിച്ചിട്ടില്ല. ആ ആ മോളെ, നീ എത്തിയാ? അല്ല, വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല, അതുകൊണ്ട് വിളിച്ചതാട്ടാ. ആ ഞാൻ എത്തിയിട്ട് എല്ലാവരും കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ആ ശ്രുതിയുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കും കേട്ടോ. ആ ആ മോളെ, ഇതുവരെ തനിച്ച് എവിടേക്കും അയച്ചിട്ടില്ല. നിൻ്റെ എവിടേക്കെന്ന് പറഞ്ഞപ്പോൾ അയച്ചതാട്ടാ. ആ നോക്കി പോയിട്ട് ഒരുമിച്ച് പോയിട്ട് വരണേ. ആ ശരി. ആ ഞാൻ പഠിച്ചിട്ടില്ല. എന്താ മോള് വിളിച്ചിട്ടില്ല? അമ്മയാണോ? അമ്മ ഇതിനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇവരുടെ അമ്മമാരൊന്നും വിളിക്കുന്നില്ലല്ലോ, അമ്മ മാത്രം ഇതിന് വെറുതെ വിളിക്കുന്നേ? നീ എന്നെ ചീത്ത പറഞ്ഞോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നാളെ നീ ഒരു അമ്മയാവും. ആ കുഞ്ഞ് വളർന്നു വലുതായി എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. ഇപ്പം നിനക്ക് വിളിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഏതൊരു അമ്മമാർക്കാണെങ്കിലും പെൺമക്കൾ പുറത്തു പോയി വീട്ടിലേക്ക് എത്തുന്നത് വരെ മനസ്സിലാദ്യമായിരിക്കും. അത് നിനക്കിപ്പം മനസ്സിലാവില്ല, അത് പിന്നെ മനസ്സിലാവും. നീ ഒരു അമ്മയാവുമ്പോൾ മനസ്സിലാവും. ശരി മോളെ. എടി, നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടെ? അമ്മയ്ക്ക് സങ്കടമായി കാണില്ലേ? നീ ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ അമ്മ തുടരെ വിളിക്കുന്നത്. എന്താ പോ, നീ വിളിച്ച് സോറി പറഞ്ഞേക്ക്. അമ്മ ക്ഷമിക്കും, നമ്മുടെ അമ്മയല്ലേ. അമ്മ സോറി, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി അമ്മ, ഇനി അങ്ങനെ പറയില്ല.